ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചെയ്ത് പഠിക്കാം. ഈ ചോദ്യം നല്ല ചോദ്യമാണ് കേട്ടോ. ദ ഫിഗർ ഷോസ് ടു സ്ക്വയേഴ്സ് വിത്ത് ടു കോർണേഴ്സ് ജോയിൻഡ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ലാന്റഡ് ലൈൻ. നിങ്ങൾ ഈ ചിത്രത്തിൽ രണ്ട് സമചതുരങ്ങൾ കാണുന്നില്ലേ? ആ സമചതുരത്തിന്റെ രണ്ട് മൂലകൾ ഇതായി ഇങ്ങനെ ചേർത്തൊരു വര വരച്ച് ആ ചരിഞ്ഞു കിടക്കുന്ന വരയുടെ നീളം എത്രയെന്നാണ് ചോദ്യം. ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയറിന്റെ സൈഡ്. ഒരു സ്ക്വയറിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 3 ആണെങ്കിൽ ഇവിടെയും നമുക്ക് 3 എന്ന് കൊടുത്തിട്ട് പൈഥാഗോറിയൻ തിയറം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിച്ചൂടെ? ഇവിടെ 90 ഡിഗ്രി അല്ലേ ഉണ്ടാവുക, മട്ടത്രികോണമല്ലേ? എങ്ങനെയാണ് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നല്ലേ വരിക? ഇത് ചെയ്ത് നമുക്ക് ഇവിടുത്തെ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, അടുത്തത് 9, അങ്ങനെ അത് റൂട്ട് 18 എന്ന് കിട്ടും. ഈ റൂട്ട് 18 നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാൻ പറ്റുമല്ലോ. എങ്ങനെയാണ് റൂട്ട് 18 മാറ്റി എഴുതുക? 9 ഇൻറ്റു 2 എന്ന് എഴുതിക്കൂടെ? 9 ഇൻറ്റു 2 എന്ന് എഴുതിയ റൂട്ട് 9, ഈ റൂട്ട് 9 പകരം നിങ്ങൾക്ക് 3 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഈ റൂട്ട് 2 കണ്ടോ, അത് റൂട്ട് 2 എന്ന് തന്നെ എഴുതിയാൽ മതി. ഒരു ആൻസർ കിട്ടി. ഇത് 3 റൂട്ട് 2 ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ ഇത് 2ഉം ഇവിടെയും ഒരു 2, അങ്ങനെ നിങ്ങൾ ഈ ഹൈപ്പോടെന്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്ക്. കർണം കണ്ടുപിടിച്ചാൽ ഇതേപോലെ ചെയ്ത് നിങ്ങളുടെ ആൻസർ 2 റൂട്ട് 2 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇങ്ങനെ 2 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ ആയ ഈ ലെങ്ത്. നമുക്ക് ആ ആൻസർ കണ്ടുപിടിക്കാൻ 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2 ആണ് ചെയ്യേണ്ടത്. എന്താണ് 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2വിൻ്റെ ആൻസർ? ഇത് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അത്രയും സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ മക്കളെ, ക്ലിയർ അല്ലേ?